കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തീരുമാനിച്ചതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത സർക്കാർ കേരളത്തിലുണ്ടാകും. ആ സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകും. എംഎൽഎമാരുടെ പിന്തുണ കെ.സിക്കായിരുന്നില്ല എന്ന ചോദ്യത്തിന് അതിന് ഇനി പ്രസക്തിയില്ല എന്നായിരുന്നു കെ.സിയുടെ മറുപടി. കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ശ്രീ വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും അനുസരിച്ച് CLP യോഗം കൂടി ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യും. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDF സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ വി.ഡി. സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരും. അതും കൂടെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തൗഫീഖ്, ഏറ്റവും ഒടുവിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, സംഘടനാ ജനറൽ സെക്രട്ടറിയായി തുടരുമോ, ഇനി അതും കൂടെ വേണമെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാം. അതിൽ നിന്ന് തന്നെ പ്രകടനമാണ് അദ്ദേഹത്തിന്റെ അതൃപ്തി. മുഖ്യമന്ത്രി എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം അത് ഇത്രയും വൈകിപ്പിച്ചത് കെ.സി. വേണുഗോപാൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകും. ആ അതൃപ്തിയാണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? വിനിഷ, ഈ ഹൈക്കമാൻഡിന്റെ തീരുമാനം താൻ അംഗീകരിക്കുന്നു. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം പുറത്തു വന്നത്. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വന്നതിനുടൻ തന്നെയായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു മാധ്യമങ്ങൾ അത്തരമൊരു ചോദ്യം കെ.സി. വേണുഗോപാലിനോട് ചോദിച്ചത്. പ്രധാനമായും കോൺഗ്രസിന്റെ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് AICCയുടെ അധ്യക്ഷനാകുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കെ.സി. വേണുഗോപാലിന് നൽകിയതിനു ശേഷമാണോ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു ചോദ്യം ചോദിക്കുകയും അതുകൂടി ഇനിയിപ്പോൾ ഞാൻ നൽകണോ എന്നുള്ളൊരു മറുപടി കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തത്. അതല്ലാതെ മറ്റു പ്രതികരണങ്ങളൊന്നും കെ.സി. നടത്തിയതുമില്ല. പ്രത്യേകിച്ച് തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു. അതെല്ലാം താൻ കണ്ടിരുന്നു. അത് നടത്തുന്നവർ നടത്തിക്കോട്ടെ എന്നായിരുന്നു കെ.സി. പ്രതികരണം ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ കെ.സി. വേണുഗോപാൽ കെ. സുധാകരനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കെ.സിയുടെ വസതിയിൽ നടക്കും. നേരത്തെ കെ. സുധാകരൻ തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. കെ. സുധാകരനും നേരത്തെ സംസാരിച്ചപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. ആ തീരുമാനം ഹൈക്കമാൻഡിനെ എല്ലാവരും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു അവസാന തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുകൊണ്ടാണ്. ആ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തോടൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കടമ എന്നുകൂടി കെ. സുധാകരൻ പറയുന്നുണ്ട്. അതിനുശേഷമാണ് കെ. സുധാകരൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കെ.സിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവസാനഘട്ട ചർച്ചകൾ നടന്നത് എന്ന വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തുന്നതിന് മുമ്പും കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും ഒടുവിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവസാന സമയം വരെ, അതായത് അവസാന ഘട്ടം വരെ, ഇന്ന് 12 മണിക്ക് ശേഷം 12 മണിക്ക് പ്രഖ്യാപനം നടത്തുന്നത് വരെ വലിയ രീതിയിൽ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും മുഖ്യമന്ത്രിയാകണമെന്ന് അവരുടെ പഴയ തീരുമാനത്തിലെ അവസാന നിമിഷം വരെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിന് ഇത്രയധികം താമസം ആ നിലപാട് സ്വീകരിക്കുന്നതിൽ ഉണ്ടായത്. എന്നാൽ ഒരു വൈകൽ ഉണ്ടായിട്ടില്ല എന്നാണ് AICC നേരത്തെ അറിയിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഹൈക്കമാൻഡിന് സാധിച്ചു. മറ്റു വൈകി എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. അത്തരമൊരു വൈകൽ ഉണ്ടായിട്ടില്ല. ഫലം വന്നതിന് 2 ദിവസത്തിന് ശേഷം തന്നെ നിരീക്ഷകരെ കേരളത്തിലേക്ക് അയച്ചു. അവരുടെ റിപ്പോർട്ട് അവർ കൃത്യമായിട്ട് MLA-മാരൊക്കെയായിട്ട് സംസാരിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചു. പിന്നീട് ഹൈക്കമാൻഡ് ഘടകകക്ഷികളുമായിട്ടും MP-മാരുമായിട്ടും മുൻ KPCC അധ്യക്ഷന്മാരുമായിട്ടും എല്ലാം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ആ ചർച്ചകൾക്ക് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയത് എന്നുള്ള കാര്യം കൂടി AICC അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനിലേക്ക് ആ പേര്
ഇവര് 3 പേരിൽ ഒറ്റ പേരിലേക്ക് എത്താനുണ്ടായ ചില കാരണങ്ങൾ ACC വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രത്യയശാസ്ത്ര വ്യക്തതയുള്ള വ്യക്തിയാണ് VD സതീശൻ എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ACC എത്തിയിരിക്കുന്നത്. മറ്റുള്ള നേതാക്കളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്ര വ്യക്തത VD സതീശനുണ്ട് എന്നുള്ളൊരു കാര്യം ACC മനസ്സിലാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നു, മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന്റെ ഭാഗത്തുനിന്നുകൊണ്ട് കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായിരുന്നത്. അതെല്ലാം ഒരു കാരണമായി ACC പരിഗണിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് ജനവികാരം എന്നുള്ളൊരു കാര്യമാണ് ACCയുടെ മുന്നിലെത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെ VD സതീശനെ ആക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഏറ്റവും ഒടുവിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് രാവിലെ കൂടി മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടു, തങ്ങളുമായി ബന്ധപ്പെട്ടു. ആ സമയത്തും ഇതേ VD സതീശനെ ആക്കണം എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയായിരുന്നു. അതും VD സതീശന് അനുകൂലമായി. ഒപ്പം ഈ ജനവികാരം എന്നുള്ളൊരു കാര്യം ഹൈക്കമാൻഡിനത് വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ടു. കേരളത്തിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ VD സതീശനായിട്ട് ആളുകൾ രംഗത്തിറങ്ങിയത് ഉൾപ്പെടെ ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. ഇനിയിപ്പോൾ അതിൽ ചർച്ചകളെല്ലാം പൂർത്തിയായതായിട്ട് ഇന്നലെ ജയറാം രമേശ് മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. ഇനി ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് 2 തവണ കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചെങ്കിലും ഇന്ന് രാവിലെ കൂടി ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു 12 മണിയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. കാരണം ഇനിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വൈകരുത് എന്നുള്ളൊരു നിർദ്ദേശം വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോയത്.